അറിയോ? ഇല്ല അല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് വർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അറിയാത്ത എന്തായാലും കാണണേ. വാ, ഇതിനെക്കുറിച്ച് ഒരു ABCD അറിയില്ല. എല്ലാ മമ്മിയാണ് ഇങ്ങനെ ചെയ്യാറ്. ചില ഈസി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇല അടിയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പെൻസിൽ നമ്മൾ ഷെയ്ഡിങ് ചെയ്യില്ലേ, അതേപോലെ ഒന്നിങ്ങനെ വരച്ചാൽ മതി. ഞാൻ നാണയം, പൈസ അങ്ങനത്തെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇലയുടെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇലയുടെയൊക്കെ കാണുന്നത്. മമ്മി ഷെയ്ഡിങ് ആണ് ആദ്യം ചെയ്തതൊക്കെ കേട്ടോ. പിന്നെ കളർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഷെയ്ഡിങ് ചെയ്തതാണ് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? അപ്പം മമ്മി ക്രയോൺ കൊണ്ട് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ചെയ്യണമെങ്കിൽ കുറച്ച് നേരം എടുക്കും. കളറാണെങ്കിൽ വേഗം ആകും കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ കളർ കാണിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഈ ഇലയാണ് എടുത്തത്. ഞാനല്ല, മമ്മി. ഞാൻ പറഞ്ഞതാണ് ഈ ഇല. അപ്പോൾ ഈ ഇലയുടെ കളറ് ഈ ഒരു വയലറ്റാണ്. അധികം സെയിം ആണെങ്കിൽ കുറച്ചൊക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഞാൻ കൊടുക്കുന്നത് കാണിച്ചു തരാം. ഡെമോയല്ല, എനിക്ക് വേണം. അപ്പോൾ മമ്മി അത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതിൽ വേറെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത പേജിൽ വെച്ചു. എന്നിട്ട് ഇങ്ങനെ വെച്ചു. കണ്ടോ ഗൈസ്? പക്ഷെ ഇത് കാണാനില്ലെങ്കിലും കണ്ടോ, കാണാനില്ലെങ്കിൽ പക്ഷെ മമ്മി കളർ ചെയ്യുമ്പോൾ എന്തോ പോലെ. എനിക്ക് കളർ ചെയ്തോ പിന്നെ എന്തായാലും എത്തിയിട്ടും ഗൈസ്. അതുകൊണ്ട് മമ്മിക്കാണ് ഇങ്ങനെ ആകുമ്പോൾ പിന്നീട് ഗൈസ് ഞാൻ കളർ കൊടുക്കുന്നത് കണ്ടില്ല. ഞാനപ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നു. പിന്നെ എനിക്ക് ഡിറ്റേഷൻ ഉണ്ട്. ഒരു 100 കൂട്ടം പണികളുണ്ട് ഗൈസ്, 3ാം ക്ലാസ് ആയ കാരണം. അയ്യോ ഗൈസ്, ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതാണ് കുറച്ചും കൂടി പാട്. അത് തിങ്കളാഴ്ചയ്ക്ക് പഠിച്ചു വരണം ഗൈസ്. ദാ മമ്മി കളർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഈ കളറിൽ കുറച്ച് വൈറ്റോ എന്തൊക്കെയോ കളറുണ്ട്. പക്ഷേ എന്തെങ്കിലും ഓയിൽ പേസ്റ്റാന്നുള്ളൂ. വൈറ്റ് ആണെങ്കിൽ ഈ വൈറ്റ് ഉള്ളൂ ഗൈസ്. ഈ വൈറ്റ് ഗൈസ് ഇതാണ്. എങ്ങനെ നമ്മൾ ഈ ഇലയാണ് ചെയ്യണേ. ആര്യവേപ്പിലയാണ്. എനിക്കറിഞ്ഞൂടാ. ഞാനങ്ങനെ എല്ലാവരുടെ ഭാഗത്തൊന്നും പോകല്ല. ചിലപ്പോൾ ഞാൻ ഇവിടെ മല്ലിച്ചപ്പോ വേപ്പിൻ്റെ ഇല ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ചോറും കൂട്ടാനും വെക്കും. ഇങ്ങനെ ഇടിച്ചിട്ട് ചോറ് ഞങ്ങൾ അരി അമ്മച്ചിയെ കൊണ്ട് വാങ്ങിക്കും. എന്നിട്ട് ഞങ്ങൾ കളിക്കും. അപ്പോൾ നല്ല രസമുണ്ട് ഗൈസ്. കളർ എടുത്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് എനിക്ക്. നിങ്ങൾക്ക് കളറാണോ കൊടുത്തത് അതോ ഷെയ്ഡാണോ കൊടുത്തതെന്ന് പറയണേ. ഇത് ചെമ്പരത്തിയാണ്. ഇതെന്താ മണ്ണി? ഒരു കളച്ചെടിയാണെന്നാണ് മമ്മി പറഞ്ഞത്. ഇതെന്തായാലും ആര്യവേപ്പില. ഞാൻ മാവിൻ്റെ ഇല കാണിച്ചു തരാം. നമുക്ക് മാവിൻ്റെ ഇല എല്ലാം അരിഞ്ഞുണ്ട്. ഇത് മാവിൻ്റെ ഇല. ഒന്നും കൂടി ആര്യവേപ്പില ചെയ്തതാണ്. ഇതേതാ? റോസ് ഗൈസ്. റോസ് ആകെ കീറി പറഞ്ഞ രീതിയിലാണുള്ളത്. കുഴപ്പമില്ല. എന്നാലും നോക്കട്ടെ അതിൻ്റെ ഷേപ്പ് തന്നെയാണ്. അതെ ഗൈസ്, അതിൻ്റെ ഷേപ്പ് തന്നെയാണ്. എന്നാലും ഇത് കുറച്ച് മെലിഞ്ഞു പോയെന്ന് വെച്ചാൽ തടി കുറഞ്ഞു പോയി ഗൈസ്. ഇത് കണ്ടോ, ഇത് ഇത്രയും നീളമുണ്ടെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ. അതാണ് കുഴപ്പമില്ല. ഒന്നുകൂടെ ക്രയോൺ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്താലോ? ഇന്ന് നമുക്ക് ക്രയോൺ വെച്ച് ചെയ്യാം. ഗൈസ് എനിക്ക് പേടി ഗൈസ്. തൂക്ക് ഇവിടേക്കാണ് വെച്ചേക്കുന്നത്. ഞാൻ സ്റ്റാൻഡിലൊന്നുമല്ല സംസാരിക്കുന്നത്. സ്റ്റാൻഡ് വെച്ചിട്ടൊന്നുമല്ല. ഞങ്ങൾക്ക് സ്റ്റാൻഡൊന്നും ഇല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ചെയ്തോ. അയച്ചിട്ടുണ്ട്.
അമ്പോ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ മറ്റേ വരകളില്ലേ അതും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഷെയ്ഡിങ് കൊടുത്താൽ അങ്ങനെ വരുന്നില്ല, ബ്ലാക്ക് കളറായ കാരണം ഇത് വരുന്നുണ്ട് ഗൈസ്. കുറേ ഇലകൾ ഞാൻ ചെയ്തു, ഞാനല്ല മമ്മി ചെയ്തു. ഞങ്ങളിപ്പോൾ കൂടുതലും ചെയ്യണത് എന്താ ക്രയോണാണ്. ഷെയ്ഡ് 3 എണ്ണമാണ് ഗൈസ് ചെയ്തിട്ടുള്ളത്, 3 എണ്ണം. അമ്മോ അതേ മാവില പോലെ ഉണ്ട് ഗൈസ്. പക്ഷെ ഇതിൻ്റെ പേര് എഴുതണം. പേര് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതിൻ്റെ പേരറിയില്ല ഗൈസ്. ഈ വയലറ്റ് സാധനത്തിൻ്റെ ഇതിൻ്റെ ഓയിൽ പേസ്റ്റ് കൊണ്ട് വേണം ഗൈസ് ഇത് ചെയ്യാൻ. പക്ഷെ ഭംഗി ഉണ്ടാവാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ ക്രയോൺ വെച്ച് ചെയ്യാം. ഓയിൽ പേസ്റ്റാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത്. കണ്ടോ, ഇതാണ് ഞങ്ങൾ കൊടുത്തത് കളറ്. നോക്ക്, ഇനി നമുക്ക് റോസെല്ലാം ചെയ്യാം ഗൈസ്. എൻ്റെ കൈ എന്താ വിറക്കണമെന്ന് അറിയില്ല ഗൈസ്. എനിക്കിങ്ങനെ വിറക്കാണ്ട് ചെയ്യാനെന്ന് അറിഞ്ഞൂടെ. വാവ്, നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളി സാധനമാണ് ഗൈസ്. അമ്പോ പൊളി. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാവേലിയും ഇതുമാണ്. പിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതെനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ കളറായി വന്നില്ല, അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. റോസിൻ്റെ അങ്ങനെ വരുമെന്ന് വെച്ചാൽ മമ്മി ഡാർക്ക് കൊടുക്കണമായിരുന്നു കേട്ടോ. റോസ് ചെയ്തത് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ഡാർക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഴപ്പമില്ല. കഴിഞ്ഞോ മമ്മിയെ? ഇത് ഇത്രയേ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാം. ഇത് മാംഗോ, ഇത് ഹിബിസ്കസ്, ഇതെന്താ കളറ്, ഇത് ഇതിനൊക്കെ എന്താ ഇംഗ്ലീഷ് പറയാം, നീമ്. പിന്നെ ഇത് റോസ്, ഇത് നീമ്, ഇത് മാംഗോ, ഇത് റോസ്. നിങ്ങൾ പറയണേ. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കളറാണ്. കളറിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാംഗോയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാംഗോയാവും. പക്ഷേ ഡാർക്ക് കളറിനുള്ള ഭംഗി, എനിക്ക് ഡാർക്ക് കളറാണ് ഇഷ്ടപ്പെട്ടത്.